നമസ്കാരം. എല്ലാവർക്കും വീണ്ടും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഉപദ്വീപീയ പീഠഭൂമി എന്ന ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഭൂപ്രകൃതി വിഭാഗത്തെപ്പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന ആദ്യ ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ MCQ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും MCQ ഡിസ്കഷനിലേക്ക് ഇന്ത്യൻ ഫിസിയോഗ്രഫിയിലെ പെനിൻസുലാർ പ്ലാറ്റ്യൂ പാർട്ട് 1 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ആദ്യ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് എ പാർട്ട് ഓഫ് ദി ഏൻഷ്യൻ്റ് ഗോണ്ട്വാന ലാൻഡ് മാസ്. രണ്ട്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി യങ്ങസ്റ്റ് ലാൻഡ് മാസസ് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഓക്കെ, ശരിക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിപരീതമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പോലെ തന്നെ തോന്നിക്കുന്നതാണ്. പെനിൻസുലാർ പീഠഭൂമി പഴയ ഗോണ്ട്വാന, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഗോണ്ട്വാന ലാൻഡ് മാസിൻ്റെ ഭാഗമാണ് എന്ന് ആദ്യ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ട്, അത് വളരെ യങ് ആയിട്ടുള്ള, വളരെ പ്രായം കുറഞ്ഞൊരു ഇന്ത്യൻ ലാൻഡ് മാസ് ആണ് എന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലേ? ശരിയല്ലേ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിത്തിരിഞ്ഞിരിക്കുന്നതല്ലേ? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, അതായത് ഒന്ന് മാത്രമാണ്. കാരണം നമ്മൾ പഠിച്ചതാണ്. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നത് ഗോണ്ട്വാന ലാൻഡ് മാസിൻ്റെ ഭാഗമായി ക്രിട്ടേഷ്യസ് പീരീഡ് കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നൊരു ഒരു ഭൂപ്രകൃതിയാണ് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യങ്ങസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തീർത്തും തെറ്റാണ്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, 1 only. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ്. ഉപദ്വീപീയ പീഠഭൂമി ഏകദേശം ഒരു ത്രികോണാകൃതിയിലുള്ളൊരു ഭൂപ്രകൃതിയാണ് എന്നാണ് പറയുന്നത്. രണ്ട്, ഇറ്റ് എക്സ്റ്റെൻസ് സൗത്ത് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ്. ഉത്തരമഹാസമതലത്തിൻ്റെ തെക്കുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഉപദ്വീപീയ പീഠഭൂമി. രണ്ടും ശരിയാണ് അല്ലേ? ഇത് രണ്ടും ശരിയാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് സൗത്ത് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നോർത്തേൺ പ്ലെയിൻസിൻ്റെ സൗത്തായിട്ട് തന്നെ കാണുന്ന ലാൻഡ് ഫോമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉത്തരമല്ല, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിന്, ഉത്തരമഹാസമതലത്തിൻ്റെ സൗത്തായിട്ട് കാണുന്നത് തന്നെയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് രണ്ടും ശരിയാണ്. ഇതിനകത്ത് ആൻസർ തെറ്റാണ്. ഇതിനകത്ത് രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ, റൈറ്റ്, രണ്ടും ശരി തന്നെയാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് സൗത്ത് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ്. നോർത്തേൺ പ്ലെയിൻസിൻ്റെ സൗത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എഴുതിയിരിക്കുന്ന ഉത്തരം തെറ്റ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, ദി ആവറേജ് എലിവേഷൻ ഓഫ് ദി പെനിൻസുലാർ ഇന്ത്യ ഈസ് ബിറ്റ്വീൻ 600 to 900 meters. ശരി. രണ്ട്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ്. ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമി ഈസ്റ്റേൺ ഗട്ട്സിനും വെസ്റ്റേൺ ഗട്ട്സിനും ഇടയിലായി തന്നെയാണ് നമ്മൾ കണ്ടിരുന്നതെന്നും പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, ഡൽഹി റിഡ്ജ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി ആരവല്ലി റേഞ്ച്. ശരിയാണ്. ഡൽഹി റിഡ്ജ് ആരവല്ലിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഫോംസ് ദി നോർത്ത് വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ശരിയാണ്. അത് നോർത്ത് വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് തെറ്റ് പറയാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. അത് നമ്മൾ ശരിയായി തന്നെയാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. സോ ബോത്ത് 1 and 2 ഈസ് റൈറ്റ്. നമ്മളത് കഴിഞ്ഞ പാർട്ടിൻ്റെ ഡിസ്കഷൻ പറഞ്ഞപ്പോൾ കണ്ടതാണ്. അത് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ വരികയോ ഉത്തരത്തിൽ ഓപ്ഷനിൽ അങ്ങനെ വരികയോ ചെയ്താൽ അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, രാജ്മഹൽ ഹിൽസ് ഫോം ദി വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദി പ്ലാറ്റ്യൂ. രാജ്മഹൽ ഹിൽസ് പ്ലാറ്റ്യൂവിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറി, പടിഞ്ഞാറൻ ബൗണ്ടറി ഫോം ചെയ്യുന്നതാണെന്ന്. രണ്ട്, ഗിർ റേഞ്ചസ് ഫോംസ് ദി ഈസ്റ്റേൺ ബൗണ്ടറി എന്നും പറയുന്നുണ്ട്. ശരിയാണോ? തെറ്റാണല്ലേ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. രാജ്മഹൽ ഈസ്റ്റും ഇയാളെ വെസ്റ്റും പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നോർത്ത് പറയേണ്ടതായിരുന്നു. ഗിറിനെ വെസ്റ്റും പറയേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല തന്നിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രാജ്മഹൽ ഈസ്റ്റും ഗിർ വെസ്റ്റുമാണ് വരേണ്ടിയിരുന്നത്, പക്ഷേ തിരിച്ചു തന്നു. അടുത്ത ചോദ്യം. ഒന്ന്, ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ കവേഴ്സ് അറൗണ്ട് 5 lakh square kilometers. രണ്ട്, ഇറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് സ്റ്റേറ്റ്സ് ലൈക്ക് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് എന്നും പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. രണ്ടും ശരി തന്നെയാണ് അല്ലേ? റൈറ്റ്. നമ്മൾ പഠിച്ചതാണ് 5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട് എന്നും മറ്റുമൊക്കെ. അടുത്ത ചോദ്യം. ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്.
അസേർഷൻ ദ പെനിൻസുലാർ പ്ലാറ്റു ഈസ് റിച്ച് ഇൻ മിനറൽ റിസോഴ്സസ് 100% ശരിയാണ്. കാരണം ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഏൻഷ്യൻറ്റ് ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ശരി തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആൻഡ് ആർ ട്രൂ, അല്ലെങ്കിൽ റീസണും അസേർഷനും ശരിയാണ്. റീസൺ കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നെയാണ് എക്ക് കൊടുത്തിരിക്കുന്നതെന്നും പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം എഗെയിൻ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പിലുള്ളൊരു ചോദ്യം തന്നെയാണ്. ദി പെനിൻസുലാർ പ്ലാറ്റു ഈസ് കൺസിഡേർഡ് ജിയോളജിക്കലി സ്റ്റേബിൾ. 2 റീസൺ ഇറ്റ് ലൈസ് അവേ ഫ്രം ദി ബൗണ്ടറീസ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ അകലെയാണ് എന്നുള്ളത് കൊണ്ട് ഇവനെ ഒരു സ്റ്റേബിൾ ലാൻഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നു. 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്ത് ഇവനിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, മനുഷ്യരായിട്ട് വരുത്തിയതല്ലാണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ നമുക്കൊരു സ്റ്റേബിൾ ലാൻഡ് ഫോമായിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റും. അതിന് പറഞ്ഞിരിക്കുന്ന ടെക്ടോണിക് പ്ലേറ്റിൽ നിന്ന് അകലെയാണ് ഇവൻ സ്ഥിതി ചെയ്യുന്നത് എന്ന കാരണവും ശരിക്കും പറഞ്ഞാൽ വാസ്തവമാണ്. അങ്ങ് വടക്ക് ഉത്തര പർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഒരു ടെക്ടോണിക് ബൗണ്ടറി പറയാൻ പറ്റുക. പിന്നെ ഇങ്ങ് ഒരുപാട് സൗത്തിൽ അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് ആരുണ്ടാവുക ഈ പ്ലാറ്റു എന്ന പ്രദേശമുള്ളത് കൊണ്ട് താരതമ്യേന ഇവൻ ഒരു ജിയോളജിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ലാൻഡ് മാസായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ അസേർഷനും റീസണും രണ്ടും ശരി തന്നെയാണ്. റീസൺ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെ ഇവിടെ അസേർഷന് വേണ്ടി കൊടുത്തിട്ടുമുണ്ട് എന്നും പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കൃത്യമായ വിശദീകരണവും തന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീണ്ടും അസേർഷൻ റീസൺ തന്നെയാണ് നമ്മുടെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസേർഷൻ ദ പെനിൻസുലാർ പ്ലാറ്റു ഹാസ് എ യൂണിഫോം സർഫസ്. അതിന് കാരണം ഇറ്റ് ഹാസ് അണ്ടർഗോൺ റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് ഇറോഷൻ ആൻഡ് അപ്ലിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാലങ്ങൾ നീണ്ടു നിന്ന വോൾക്കാനിക് റപ്ചർ അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായ സ്ഥലമാണിത്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഡെക്കാൻ ട്രാപ്പ് എന്നൊക്കെ പറയുന്ന സ്റ്റെപ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളിലുള്ള ഭൂപ്രകൃതി ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുക എങ്ങനെയാണ് ഇതിൻ്റെ സർഫസ് വളരെ യൂണിഫോം ആണെന്ന് പറയാൻ പറ്റുക? അല്ല. പലതവണ പല സൈക്കിളിലുള്ള ഇറോഷനും അപ്ലിഫ്റ്റും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് റീസണായി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് വ്യത്യസ്തനായി നോക്കുന്ന സമയത്ത് അത് ശരിയാണ്, ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ അസേർഷൻ തെറ്റാണ്. അപ്പോൾ എ തെറ്റും പിന്നെ 6 ശരിയുമാണ്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദി പെനിൻസുലാർ പ്ലാറ്റു അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലാറ്റു ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഏൻഷ്യൻ്റ് ലാൻഡ് മാസ്? സുഖമുള്ളൊരു ചോദ്യം, വളരെ എളുപ്പമുള്ളൊരു ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ഗോണ്ട്വാന ലാൻഡ് മാസ് അല്ലേ. ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ പെനിൻസുലാർ പ്ലാറ്റു എന്ന പ്രദേശം. വിച്ച് ഹിൽ ഫോംസ് ദ ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റു? പെനിൻസുലാർ പ്ലാറ്റുവിൻ്റെ കിഴക്കൻ അതിർത്തി നിർണ്ണയിക്കുന്നത് ഇതിലേത് കുന്നുകളാണ്? രാജ്മഹൽ, ആരവല്ലി, ഗിർ, വിന്ധ്യ. ഏതാണ് രാജ്മഹൽ കുന്നുകൾ? ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ശരിയല്ലേ? രാജ്മഹൽ കുന്നുകളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ചോദ്യം, ദി സദേൺ ബൗണ്ടറി ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റു ഈസ് മാർക്ക്ഡ് ബൈ? ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗം മാർക്ക് ചെയ്യുന്നത് ഇതിലേത് പർവ്വതനിരയാണ്? നീലഗിരി മലനിരയാണോ, ആനമല മലനിരയാണോ, കാർഡമം ഏലമലയാണോ, പളനിമലയാണോ? ഏകദേശം പറഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ സൗത്തിൽ വരുന്നത് തന്നെയാണ്. എന്നിരുന്നാലും കാർഡമം ഹിൽസ്, അതിൽ ഏറ്റവും സൗത്ത് വരുന്നയാൾ നമ്മുടെ കാർഡമം ഹിൽസ് ആണ് കേട്ടോ. കാർഡമം ഹിൽസ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് റേഞ്ചസ് ഫോംസ് ദ വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റു? പെനിൻസുലാർ പ്ലാറ്റുവിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറി വരുന്നത് ആര്? വെസ്റ്റേൺ ഘട്ട്സ്, ഗിർ റേഞ്ച്, സത്പുര റേഞ്ചസ്, ആരവല്ലി റേഞ്ചസ്. അപ്പോൾ ഇതിനകത്ത് വെസ്റ്റേൺ മാർജിനിൽ രണ്ടും, ഇപ്പോൾ വെസ്റ്റേൺ ഘട്ട്സും വരും ഗിർ റേഞ്ചും വരും കേട്ടോ. രണ്ടും നമുക്ക് വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് പെനിൻസുലാർ പ്ലാറ്റു എന്ന രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. രണ്ടും ഒരുമിച്ചുള്ളൊരു ചോദ്യം വരാനുള്ള സാധ്യത കുറവായിരിക്കും. എന്നിരുന്നാലും രണ്ടും ഇതിനകത്ത് വരും, അല്ലെങ്കിൽ രണ്ടും കൂടി എന്നുള്ള രീതിയിലായിരിക്കും വരിക കേട്ടോ. ആൻസർ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അടുത്ത ഉത്തരം, അടുത്ത ചോദ്യം, ദി ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റു ഈസ് അപ്രോക്സിമേറ്റ്ലി? ഏകദേശം പെനിൻസുലാർ പീഠഭൂമിയുടെ ഉയരം എത്ര? 600 മുതൽ 900 മീറ്റർ വരെ എന്ന് നമ്മൾ പഠിച്ചു. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഡിവൈഡ്സ് ദി പെനിൻസുലാർ പ്ലാറ്റു ഇൻറ്റു? പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും, നമ്മൾ നേരത്തെ ചോദ്യത്തിനകത്ത് ഇവിടെ തന്ന ഉത്തരം എനിക്കൊന്ന് ഗിർ റേഞ്ചാണ്. പക്ഷേ ഗിർ റേഞ്ചും ഇൻ കേസ് ഗിറും വെസ്റ്റേൺ ഗട്ട്സും കൂടെ ഒരുമിച്ച് തന്നാൽ നിങ്ങൾ വെസ്റ്റേൺ ഗട്ട്സ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഗിറിനേക്കാൾ ഗിർ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ രണ്ടും അതിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷേ ഗിർ റേഞ്ചിന് ഒരു ലിമിറ്റേഷനുണ്ട്, കുറച്ച് എക്സ്റ്റൻഷനേ ഉള്ളൂ. വെസ്റ്റേൺ ഗട്ട്സ് ആണ് അതിൻ്റെ കൂടുതൽ ഭാഗവും നിൽക്കുന്നത്, പക്ഷേ കുറച്ച് സൗത്ത് വേർഡാണ്. ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും
കുറച്ച് കൂടുതൽ അതിർത്തി വരച്ചു നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പോൾ രണ്ടും ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം ഇതുപോലൊരെണ്ണം വന്നാൽ നിങ്ങൾ അതിന് ആൻസറായിട്ട് ഓപ്ഷൻ എ വെസ്റ്റേൺ ഗട്ട്സ് വേണം കൂടുതൽ സാധ്യത എന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗിറിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വെസ്റ്റേൺ ഗട്ട്സിന് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടും വെസ്റ്റേൺ മാർജിന് തന്നെ വരുന്നതാണ് എന്നുള്ളതും കൂടി തിരിച്ചറിയാൻ ശ്രമിക്കുക. ഓക്കെ, റൈറ്റ്. അത് നമ്മൾ കണ്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം, which geographical feature divides the peninsular plateau into central highlands and Deccan plateau? വിന്ധ്യ റേഞ്ച് ആണോ, സത്പുര റേഞ്ച് ആണോ, നർമ്മദ റിവർ ആണോ, ഗോദാവരി ആണോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം നർമ്മദ നദി. നമ്മൾ പറഞ്ഞു അല്ലേ, നർമ്മദ റിവർ ഡിവൈഡ്സ് ദി പെനിൻസുലാർ പ്ലാറ്റു ഇൻറ്റു ടു ദ സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ദ ഡെക്കാൻ പ്ലാറ്റു എന്ന് നമ്മൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവർക്കിടയിൽ ഫോം ചെയ്യുന്ന ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നർമ്മദ നദിയാണെന്ന് പറയാം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, the Deccan Plateau is situated to the north of Narmada, south of Narmada, east of Eastern Ghats, west of Aravallis. കൃത്യമായിട്ട് പറഞ്ഞതിൽ ഒരൊറ്റ ഉത്തരം ശരിയുള്ളൂ. നർമ്മദ എന്ന നദി സെൻട്രൽ ഹൈലാൻഡ്സ് എന്നും ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നതുമായ രണ്ട് പ്രദേശത്തെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സൗത്ത് വരുന്നയാളാണ് ഡെക്കാൻ പ്ലാറ്റു എങ്കിൽ നർമ്മദ സ്വാഭാവികമായിട്ടും അതിന് വടക്ക് വരണം. ഇതാണ് നർമ്മദ. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും നർമ്മദ എവിടെ വരണം? ഈ ഒരു പ്രദേശത്തായിട്ട് വന്ന് കാണണം. ശരിയല്ലേ? എങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ ഡെക്കാൻ പ്ലാറ്റു എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഡെക്കാൻ പ്ലാറ്റു നർമ്മദയ്ക്ക് എവിടെയാ? നർമ്മദയ്ക്ക് തെക്കുഭാഗത്താണ്, സൗത്ത് ഓഫ് നർമ്മദയാണ്. ഡെക്കാൻ പ്ലാറ്റു എവിടെയാണ്? സൗത്ത് ഓഫ് നർമ്മദ. നർമ്മദയ്ക്ക് പടിഞ്ഞാറ് തെക്കുഭാഗത്തല്ലേ? ഓപ്ഷൻ ബി, സൗത്ത് ഓഫ് നർമ്മദ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. പ്ലീറ്റിയോ റൈറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദി സെൻട്രൽ ഹൈലാൻഡ്സ്? സെൻട്രൽ ഹൈലാൻഡ്സ് നമ്മൾ ഡീറ്റെയിൽഡ് പഠിച്ചില്ല, വരാൻ പോണേ ഉള്ളൂ. എന്നിരുന്നാലും ബേസിക് ആയിരിക്കും, നോക്കാം. ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് നർമ്മദ, includes the Chota Nagpur plateau, bounded by eastern Ghats, has volcanic origin. ഇതിൽ സെൻട്രൽ ഹൈലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണവും ശരിയായിട്ട് പറയാൻ പറ്റും. നമുക്കിപ്പോൾ വോൾക്കാനിക് ഒറിജിൻ്റെ കാര്യം പറയാൻ പറ്റും, ഇൻക്ലൂഡ്സ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു പറയാൻ പറ്റും. ഇത് രണ്ടും ശരി തന്നെയാണ്. എന്നാലും കൂടുതൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിനോട് ഈ എന്താ പറയുക, സെൻട്രൽ ഹൈലാൻഡ്സിൽ മാത്രമെന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇൻക്ലൂഡ്സ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു തന്നെയാണ് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ രണ്ടും വന്നാൽ അതിൽ ഓപ്ഷൻ ബി കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷൻ ഡി കൊടുക്കണ്ട. ഓക്കെ, റൈറ്റ്. കാരണം ഡെക്കാൻ പ്ലാറ്റുവും സെൻട്രൽ ഹൈലാൻഡ്സ് രണ്ടും വോൾക്കാനിക് ഒറിജിൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ശരി ഏതെന്ന് ചോദിക്കുമ്പോൾ പർട്ടിക്കുലർലി ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് എനിക്ക് ഓപ്ഷൻ ബി ആണ് കൂടുതൽ ശരി ഉത്തരമായിട്ട് ഈ ഒരു ചോദ്യത്തിന് അനുയോജ്യമായ എന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുക. അടുത്ത ചോദ്യം, ദ പെനിൻസുലാർ പ്ലാറ്റു primarily consists of which type of rock? അലൂവിയൽ ആണോ, സെഡിമെൻ്ററി ആണോ, ഇഗ്നിയസ് ആൻഡ് മെറ്റാമോർഫിക് ആണോ, റീസെൻ്റ് വോൾക്കാനിക് ആണോ? റീസെൻ്റ് വോൾക്കാനിക് ഒന്നും അല്ല, അന്ന് ഏറ്റവും അടുത്തായിട്ട് വോൾക്കാനിക് ആക്ടിവിറ്റി ഒന്നും ഇന്ത്യയുടെ ഭാഗത്തുമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അതൊരിക്കലും ആകില്ല. പിന്നെ ഏതാ? ഇഗ്നിയസും മെറ്റമോർഫിക്കുമാണ് ഈ പ്രദേശത്തടങ്ങുന്ന പ്രധാന ശിലകൾ എന്നത് നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ് അല്ലേ? അതുകൊണ്ട് ഓപ്ഷൻ സി, ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി ഡെക്കാൻ പ്ലാറ്റു. 1. ഇറ്റ് ലൈസ് ടു ദി സൗത്ത് ഓഫ് ദി സത്പുര റേഞ്ചസ്. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ദി വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ദി ഈസ്റ്റേൺ ഘട്ട്സ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അല്ലേ? സത്പുര റേഞ്ചസിന് തെക്കുഭാഗത്തായിട്ടാണ് ഡെക്കാൻ പ്ലാറ്റു കാണുക. ആ ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ ഇരുവശങ്ങളിലായി ബൗണ്ടറികൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കൻ ഭാഗത്ത് കിഴക്കൻ ഘട്ടം, അതായത് നമ്മുടെ ഈസ്റ്റേൺ ഘട്ട്സും പിന്നെ പശ്ചിമ ഭാഗത്തായിട്ട് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ട്സുമാണ് അതിർത്തി പങ്കിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ടേം ഡെക്കാൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി സാൻസ്ക്രിറ്റ് വേർഡ് ദക്ഷിൺ. ശരിയാണ്. ഇറ്റ് ലിറ്ററലി മീൻസ് നോർത്ത്. ഒരിക്കലുമല്ല. അതാരെയാണ് സൂചിപ്പിക്കുന്നത്? നോർത്തല്ല, പകരം സൗത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മക്കളെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി, 1 ശരി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 1 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം,
കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1. The Deccan Plateau is mainly made up of sedimentary rocks. 2. Basalt, granite, gneiss are the major rock type. എങ്കിൽ മെയിൻലി മേഡപ്പ് ഓഫ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുമ്പോൾ മെയിൻലി എന്നല്ല, എന്താ പറയുക, മൈനർലി ആയിട്ട് പോലും സെഡിമെൻ്ററിൻ്റെ കാര്യമല്ല നമ്മളവിടെ പറയുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. ഇഗ്നീസും മെറ്റാമോർഫിക്കുമാണ് ഇവിടെ വരേണ്ടിയത്. മാത്രമല്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ബസാൾട്ടും ഗ്രാനൈറ്റും നീസും ഒക്കെ എന്താണ്? ഇഗ്നിയസ് റോക്കാണ്, അല്ലെങ്കിൽ നീസ് മെറ്റാമോർഫിക് ആണെന്ന് പറയാം. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1. The north-western part of Deccan Plateau is known as the Deccan Trap. ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയെ വിളിക്കുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന്. ശരിയാണല്ലേ, വടക്കു പടിഞ്ഞാറൻ മേഖലയാണ് നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിച്ചത്. 2. ഇറ്റ് വാസ് ഫോംഡ് ഡ്യൂ ടു എക്സ്റ്റെൻസീവ് വോൾക്കാനിക് ഇറപ്ഷൻ. 100% ശരിയാണ്. ആ മേഖല ഉണ്ടായിരിക്കുന്നതും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വോൾക്കാനിക് ഇറപ്ഷൻ കാരണം തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഇത് രണ്ടും ശരി തന്നെയാണ്. ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഏറ്റവും, അതായത് ഡെക്കാൻ പ്ലാറ്റ്യൂ ഇതാണ് എങ്കിൽ അതിൻ്റെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ വടക്കു പടിഞ്ഞാറ് ഈ ഒരു മേഖലയെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിച്ചത്. ശരിയല്ലേ? ആ മേഖല ഫോം ചെയ്തിരിക്കുന്ന എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വോൾക്കാനിക് ആക്ടിവിറ്റി കൊണ്ടാണ്. എങ്ങനെ? ആയിരക്കണക്കിന് വർഷം നീണ്ടു നിന്ന വോൾക്കാനിക് ആക്ടിവിറ്റി എന്നും, അതുകൊണ്ട് സ്റ്റെപ്ഡ് ബൈ സ്റ്റെപ്പ് എന്ന രീതിയിൽ ടെറസുകൾ ഫോം ചെയ്തിട്ടാണ് ഈ പ്രദേശത്ത് ലാൻഡ് ഫോം ഒക്കെ കാണാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് ഈ സ്റ്റെപ്പുകൾക്ക് സമാനമായിട്ടുള്ള സ്വീഡിഷ് വേർഡാണ് ട്രാപ്പ എന്ന് പറയുന്നതും എന്ന് നമ്മൾ കണ്ടതാണ്. ആ ട്രാപ്പയിൽ നിന്നാണ് ട്രാപ്സ് എന്ന പേര് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഇതിന് ഡെക്കാൻ ട്രാപ്പ് എന്ന പേര് വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് വ്യക്തമായി ഓർത്തിരിക്കുക, ഈ കാര്യങ്ങൾ മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഡെക്കാൻ ട്രാപ്പ് ഈസ് ഇൻകറക്റ്റ്? ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 1. It was formed by sediment deposition in the Tethys Sea. It consists of basaltic rock. It was created in multiple lava flows. It shows a step-like landscape. ആദ്യം കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അബ്സല്യൂട്ട്ലി റോങ്. ഈ തെത്തീസ് കടലിൽ സെഡിമെൻറ്റുകൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായതാണെന്ന് ഡെക്കാൻ ട്രാപ്പ്. ഒരു ബന്ധമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നിരിക്കുന്നത്. നിസ്സംശയം പറയാം ആദ്യത്തേതാണെന്ന് കേട്ടോ. തെത്തീസി എവിടെ കിടക്കുന്നു, ഡെക്കാൻ ട്രാപ്പ് എവിടെ കിടക്കുന്നു? അല്ലെങ്കിൽ തന്നെ തെത്തീസിലെ ഡെക്കാൻ ട്രാപ്പിൻ്റെ ഫോർമേഷനിൽ സെഡിമെൻറ്റേഷനെ പറ്റി ഒന്നും പറയാനില്ല. അത് വോൾക്കാനിക്കാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അല്ലേ. നോ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ, ഒൺലി വോൾക്കാനിക് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് അത് തെറ്റാണ്. അടുത്ത ചോദ്യം. The black soil of the Deccan region is derived from basaltic rocks. ശരിയാണോ? ശരിയാണ്. It has poor water retention capacity. Rigger soil is formed from basalt and has high water retention capacity. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ആദ്യത്തേത് ശരിയാണ്. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ഈ ബ്ലാക്ക് സോയിൽ, കരിമണൽ, ആ ഭാഗത്ത് കാണുന്ന കറുത്ത മണലെന്ന് പറയുന്നത് ശരിക്കും ബസാൾട്ടിൻ്റെ, നമ്മൾ പറഞ്ഞതാണ് ഡെക്കാൻ ട്രാപ്പിൽ കാണുന്ന റോക്ക് ടൈപ്പ് എന്ന് പറയുന്നത് ബസാൾട്ടാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. കൂടുതലും ബസാൾട്ടിക് റീജിയനാണ് നമ്മൾ പറഞ്ഞു. ബസാൾട്ട് എന്ന് പറയുന്ന റോക്കിനമാണ്, ശിലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബസാൾട്ടിന് വാട്ടർ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതലാണോ കുറവാണോ? വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ് കേട്ടോ, അല്ല കൂടുതലാണ് കേട്ടോ. വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ പൂറാണെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് തെറ്റായതാണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റീഗർ സോയിൽ ഈസ് നോട്ട് കറക്റ്റ്? ആരാണ് ഈ റീഗർ സോയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, റീഗർ സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് സോയിലിനെ തന്നെയാണ് കേട്ടോ. റീഗർ സോയിൽ ഈസ് അതർവൈസ് കൊണ്ട് നമ്മുടെ ബ്ലാക്ക് സോയിൽ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി അല്ലാത്തത്? നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. അത് ശരിയാണ്. ബ്ലാക്ക് സോയിൽ എന്നും ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും പറയും. കാരണം ഇവിടെ പരുത്തി കൃഷിക്ക്, കോട്ടൺ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാം. 2, ഇറ്റ് ഈസ് റിച്ച് ഇൻ ലൈം, അയൺ ആൻഡ് മഗ്നീഷ്യം.
ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. ഒരിക്കലുമല്ല. ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. അപ്പോൾ ബാക്കിയുള്ള കേസ് എന്തായിരിക്കും? ശരിയായിരിക്കും അല്ലേ? ബാക്കിയുള്ള ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് നമുക്ക് വേണ്ട ഉത്തരം. അടുത്ത ചോദ്യം. The Deccan traps were formed during the Cretaceous Paleogene extinction event. ശരിയാണ്. 2. This volcanic activity contributed to global climatic changes. അതും ശരി തന്നെയാണ് അല്ലേ? അപ്പോൾ 2 ഉത്തരങ്ങളും ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഡെക്കാൻ ഇറപ്ഷൻസ് വഴിയാണ് ഈ മേഖല ഡെക്കാൻ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഇറപ്ഷൻസ് നടന്നു എന്നതുകൊണ്ട് തന്നെ അത് ഗ്ലോബൽ ക്ലൈമറ്റിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1. ദ വേർഡ് ട്രാപ്സ് ഈസ് ഓഫ് സ്വീഡിഷ് ഒറിജിൻ. ശരിയാണ്. ട്രാപ്പ് എന്ന സ്വീഡിഷ് പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. 2. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റെപ്പ് ലൈക്ക് അപ്പിയറൻസ് ഓഫ് ദി ലാൻഡ്സ്കേപ്പ്. അതും ശരി തന്നെയാണ്. സ്റ്റെപ്പ് ലൈക്ക് അപ്പിയറൻസിനെ തന്നെയാണ് നമ്മൾ ട്രാപ്പ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഡെക്കാൻ പ്ലാറ്റു ഇൻക്ലൂഡ്സ് പാർട്സ് ഓഫ് ഗുജറാത്ത്, മഹാരാഷ്ട്ര ആൻഡ് കർണാടക എന്ന് പറയുന്നു. ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും ഭാഗങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 1. 2. ഇറ്റ് എക്സ്ക്ലൂഡ്സ് തെലങ്കാന ആൻഡ് മധ്യപ്രദേശ്. ഒരിക്കലുമില്ല. മധ്യപ്രദേശ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, തെലങ്കാനയും ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അത് എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം. അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. അസേർഷൻ. ദ ഡെക്കാൻ പ്ലാറ്റു ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സ്റ്റേബിൾ ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ. തീർച്ചയായിട്ടും അത് ശരിയാണ്. റീസൺ. ഇറ്റ് കൺസിസ്റ്റ് മെയിൻലി ഓഫ് ക്രിസ്റ്റലൈൻ, ഇഗ്നിയസ് ആൻഡ് മെറ്റാമോർഫിക് റോക്ക്. വളരെയധികം ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഇഗ്നിയസ് റോക്കുകൾ കൊണ്ടാണ് അവനുണ്ടാക്കിയിരിക്കുന്നത് എന്നത്, അതുപോലെ മെറ്റാമോർഫിക് റോക്കുകൾ കൊണ്ടാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതും അതിന് കാരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് 2ഉം ശരിയാണ് എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും ഇവിടെ. അടുത്ത ചോദ്യം. അസേർഷൻ. ദ ഡെക്കാൻ പ്ലാറ്റു ഹാസ് ഫെർട്ടൈൽ ബ്ലാക്ക് സോയിൽ. 2. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി വെതറിംഗ് ഓഫ് ഏൻഷ്യൻ്റ് ഗ്രാനൈറ്റ് റോക്ക്. ശരിയാണോ? ഗ്രാനൈറ്റ് റോക്ക് അല്ല, പിന്നെ ബസാൾട്ടാണ്. ഗ്രാനൈറ്റ് അല്ല, ബസാൾട്ടിൻ്റെ വെതറിംഗ് കാരണമാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന മേഖലയിലെ ബ്ലാക്ക് സോയിൽ. അത് എന്താ പറയുക, ബസാൾട്ടിൻ്റെ അപരദനം വഴി ഉണ്ടായതാണ്, ഗ്രാനൈറ്റിൻ്റേതല്ല. അതുകൊണ്ട് 2 തെറ്റായി. ആദ്യം പറഞ്ഞത് പക്ഷേ ശരിയാണല്ലോ. ഡെക്കാൻ പ്ലാറ്റുവിൽ എന്തുണ്ട്? ഫെർട്ടൈലായിട്ടുള്ള ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ശരി, 2 തെറ്റ്. അടുത്ത ചോദ്യം. അസേർഷൻ. ദ ഡെക്കാൻ ട്രാപ്സ് ആർ എമംഗ് ദി ലാർജസ്റ്റ് വോൾക്കാനിക് റീജിയൻസ് ഇൻ ദ വേൾഡ്. 2. They were created by continuous lava flow during the Cretaceous Paleogene period. Yes, obvious ആണ്. വളരെ ജനറലായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ ഒരു ജനറാലിറ്റിയുടെ ബേസിസിൽ അതിനെ ശരിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മളും പറയുന്നതാണ് വർഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഇറപ്ഷൻ അവിടെ ഉണ്ടായതിനെ പറ്റിയൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം. അസേർഷൻ. ദ ഡെക്കാൻ റീജിയൻ ഓഫൻ എക്സ്പീരിയൻസസ് ലോ സോയിൽ ഇറോഷൻ. കാരണം റിഗർ സോയിൽ ഹാസ് ഹൈ ക്ലേ കണ്ടൻറ്റ് ആൻഡ് ഗുഡ് ബൈൻഡിങ് നേച്ചർ എന്ന് പറയുന്നുണ്ട്. ശരിയാണ് കേട്ടോ. റിഗർ സോയിലിന് അത്യാവശ്യം ക്ലേ കണ്ടൻറ്റ് കൂടുതലാണ്. നല്ലപോലെ പശ പോലെ മണ്ണിനെ ഒട്ടിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോയിൽ ഇറോഷൻ നല്ലപോലെ കുറവാണ് ഡെക്കാൻ റീജിയനുകളിൽ കാണാൻ സാധിക്കുക. 2ഉം ശരിയാണ്. കൃത്യമായ എക്സ്പ്ലനേഷനുമാണ്. അടുത്ത ചോദ്യം. Assertion. The Deccan volcanic activity may have contributed to dinosaur extinction. ദിനോസറുകളുടെ വംശനാശത്തിന് ഈ ഡെക്കാൻ പീഠഭൂമിയിൽ നടന്ന വോൾക്കാനിക് ആക്ടിവിറ്റി, അഗ്നിപർവ്വത സ്ഫോടനം കാരണമായിട്ടുണ്ടാകാം എന്ന് പറയുന്നു. മേ ഹാവ്, കാരണമായിട്ടുണ്ടാകാം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ശരിയാണ്. റീസൺ. ദ വോൾക്കാനിക് ഗ്യാസസ് ഓൾട്ടേർഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ഡ്യൂറിങ് ദി ക്രെറ്റേഷ്യസ് പാലിയോജീൻ ഈവൻറ്റ്. അതും ശരി തന്നെയാണ് അല്ലേ? അങ്ങനെ ഗ്ലോബൽ ക്ലൈമറ്റിന് വ്യത്യാസങ്ങളുണ്ടായി, ക്ലൈമറ്റ് മാറി, അന്തരീക്ഷത്തിലെ ഘടകങ്ങളുടെ വ്യത്യാസമുണ്ടായി,
കാർബൺ പോലുള്ള വസ്തുക്കളൊക്കെ അധികം അടങ്ങാനും മറ്റുമൊക്കെ സാഹചര്യം ഉണ്ടായേക്കാം. അതൊക്കെ വസ്തുക്കളുടെ വംശനാശത്തിന് കാരണമായി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് രണ്ടും ശരിയാണ്, രണ്ടും പോസിബിളി കൃത്യമായ എക്സ്പ്ലനേഷനും തന്നെയാണ് എന്നതും തിരിച്ചറിയാം. അടുത്ത ചോദ്യം. ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് ഫോംഡ് ബൈ. ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ നോർത്തേൺ ബൗണ്ടറി. ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ നോർത്തേൺ ബൗണ്ടറി വരുന്നത് സത്പുര, മൈക്കല, മഹാദിയോ ഹിൽസിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സത്പുര, മൈക്കല, മഹാദിയോ ഹിൽസാണ്. അടുത്ത ചോദ്യം, അത് ഫാക്ച്വലാണ്, പഠിച്ച കാര്യം അതുപോലെ ചോദിച്ചതാണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റീജിയൻസ് റെപ്രസെൻറ്റ്സ് ദി ഡെക്കാൻ ട്രാപ്പ് ഏരിയ? അസമാണോ, മഹാരാഷ്ട്രയാണോ, പഞ്ചാബാണോ, ബീഹാറാണോ? ഇതിലേത് മേഖല ഡെക്കാൻ ട്രാപ്പിൻ്റെ ഭാഗമായിട്ട് പറയാം? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയെ കോട്ടണോപോളിസ് എന്നൊക്കെ വിളിക്കും അല്ലേ? കോട്ടൺ ഉൽപ്പാദനത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. കാരണം അവിടെ കറുത്ത മണ്ണുണ്ട്. ഈ പറഞ്ഞ റിഗർ സോയിൽ, ബസാൾട്ട് എന്ന പാറയിൽ നിന്നും അപരദനം സംഭവിച്ചെത്തുന്ന ബസാൾട്ടിക് സോയിലായ കറുത്ത റീഗർ സോയിൽ, ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നറിയപ്പെടുന്ന മണ്ണുണ്ട്. അവിടെ കോട്ടൺ, പരുത്തി കൃഷിയും ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. അതുമാത്രവുമല്ല, വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തായി എന്ന രീതിയിൽ ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ പ്രദേശത്ത് കണ്ടിരിക്കുന്ന സംസ്ഥാനമെന്ന് പറയുമ്പോൾ ഇവിടെ ഗുജറാത്താണ്. അപ്പോൾ ഈ സംസ്ഥാനം ഏതിൻ്റെ, ഈ പറയുന്ന ഭാഗം ഏതിൻ്റെ ഭാഗമായിട്ട് വരും? ഇവിടെ മഹാരാഷ്ട്ര. ഇത് ഇത്രയും മഹാരാഷ്ട്രയാണ്, ഇത്രയും മഹാരാഷ്ട്ര എന്ന് വിചാരിച്ചാൽ മതി. ഇത്രയും മഹാരാഷ്ട്ര. ഇവിടെ ഗോവ, ഇവിടെ കർണാടക, ഇവിടെ കേരള. ഓക്കെ, ഇത് ഗോവ, ഇത് കർണാടക, ഇത് കേരള, ഇത് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ ഡെക്കാൻ ട്രാപ്പ് റീജിയൻ്റെ ബഹുഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഡെക്കാൻ ട്രാപ്പ് മഹാരാഷ്ട്രയിലാണെന്ന് പറയാം. The Deccan traps were formed approximately how many million years ago? എത്രയാണ്? ഓപ്ഷൻ ബി, 66 മില്യൺ ഇയേഴ്സ് ago. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പഠിച്ചു. The Swedish word ട്രാപ്പ മീൻസ് വാട്ട്? ട്രാപ്പ എന്നത് എന്തിനെ ഉദ്ദേശിക്കുന്നു? വോൾക്കാനോനെയാണോ, സ്റ്റെപ്പിനെയാണോ, പ്ലാറ്റ്യൂവിനെയാണോ, റോക്കിനെയാണോ? ഏതിനെയാണ്? സ്റ്റെപ്പിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? ഓപ്ഷൻ ബി, സ്റ്റെപ്സ്. അടുത്ത ചോദ്യം. Which of the following materials is commonly found in rigor soil? പൊട്ടാസ്യം ആണോ, ഫോസ്ഫറസ് ആണോ, ലൈം ആൻഡ് അയൺ ആണോ, സോഡിയം ആൻഡ് സൾഫർ ആണോ? ഓപ്ഷൻ സി, ലൈം ആൻഡ് അയൺ. റിഗർ സോയിലിൽ, കറുത്ത മണ്ണിൽ കാണുന്ന പ്രധാനപ്പെട്ട ഘടകം, പ്രധാനപ്പെട്ടത് ലൈമും അയണുമാണ് കേട്ടോ, ഇരുമ്പും ചുണ്ണാമ്പുമാണ്. The rigor soil is most suitable for the cultivation of rice, cotton, wheat and tea. ഏതാണ്? കോട്ടൺ. ഓപ്ഷൻ സി is the right answer. അടുത്ത ചോദ്യം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ, കണ്ടോളൂ, കൺകുളിരെ കണ്ടോളൂ അല്ലേ? റൈറ്റ്, കണ്ടല്ലോ മക്കളെ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്സ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദി ഡെക്കാൻ പ്ലാറ്റ്യൂ? ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗം അല്ലാണ്ട് നിൽക്കുന്നതിൽ ആരാ? കർണാടക, തെലങ്കാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഈ ആരോവല്ലിക്ക് പടിഞ്ഞാറ് വരുന്ന, അല്ലെങ്കിൽ ആരോവല്ലിക്ക് വടക്കു പടിഞ്ഞാറ് വരുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ആയിട്ട് വരുന്നത്. അവരെന്തായാലും ഈ ഭാഗമായിട്ട് വരില്ല. അതുകൊണ്ട് ഓപ്ഷൻ സി, രാജസ്ഥാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഡെക്കാൻ പ്ലാറ്റ്യൂ വാസ് ഫോംഡ് മെയിൻലി ബൈ. ഡെക്കാൻ പ്ലാറ്റ്യൂ ഉണ്ടായിരിക്കുന്നതിന് കാരണം റിവർ ഡെപ്പോസിഷൻ ആണോ, വിൻഡ് ഇറോഷൻ ആണോ, വോൾക്കാനിക് ആക്ടിവിറ്റി ആണോ, ഗ്ലേഷ്യൽ ആക്ഷൻ ആണോ? ഏതാണ്? ഓപ്ഷൻ സി, വോൾക്കാനിക് ആക്ടിവിറ്റി. അടുത്ത ചോദ്യം. ദ ബ്ലാക്ക് സോയിൽ ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് ലോക്കലി നോൺ ആസ് ഖാദർ, ഭംഗർ, റീഗർ, ഭാബർ. ഏതാണ്? ഓപ്ഷൻ സി, റീഗർ എന്നാണ് അറിയപ്പെടുക അല്ലേ? റീഗർ സോയിൽ, ബ്ലാക്ക് സോയിൽ ഓർ ബ്ലാക്ക് കോട്ടൺ സോയിൽ. അടുത്ത ചോദ്യം. ദ ഡെക്കാൻ ട്രാപ്സ് ബിലോങ് ടു വിച്ച് ജിയോളജിക്കൽ പീരീഡ്? ദ ഡെക്കാൻ ട്രാപ്പ് ബിലോങ്സ് ടു വിച്ച് ജിയോളജിക്കൽ പീരീഡ്? ഏതാണ്? ജുറാസിക് ആണോ, ക്രിട്ടേഷ്യസ് പാലിയോജീൻ ആണോ, കാർബോണിഫെറസ് ആണോ, അതോ ട്രയാസിക് ആണോ? ക്രിട്ടേഷ്യസ് പാലിയോജീൻ പീരീഡ് ആണ്, 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, 66 മില്യൺ ഇയേഴ്സ് ago. അടുത്ത ചോദ്യം. The river Narmada forms the common boundary between which two major physiographic divisions of the peninsular plateau? നർമ്മദ ആരെയൊക്കെ രണ്ട് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളെയാണ് വേർതിരിക്കുന്നതെന്നാണ് ചോദ്യം.
ഒന്ന് വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്സ് അല്ല. രണ്ട് സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ. അതെ, ഇതാണ് സെൻട്രൽ ഹൈലാൻഡ്സിനെയും ഡെക്കാൻ പ്ലാറ്റ്യൂവിനെയും വേർതിരിക്കുന്നതാണ് ആര്? നർമ്മദ എന്ന നദി. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി. ചുവടെയുള്ളത് വായിച്ചു പോലും നോക്കേണ്ട കാര്യമില്ല. ശരിയായിട്ട് ഉറപ്പാണെന്ന് അറിയുന്ന കാര്യത്തിൽ കേട്ടോ, എന്നാലും വായിച്ച് നോക്കണം ഇത്തരം കാര്യങ്ങളിൽ. പിന്നുള്ളത് മാൽവ പ്ലാറ്റ്യൂവും ചോട്ടാനാഗ്പൂർ പ്ലാറ്റ്യൂവും. ഓപ്ഷൻ ഡി ഉള്ളത് വിന്ധ്യ റേഞ്ചും സത്പുര റേഞ്ചും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അനുയോജ്യമായത് ഏത് തന്നെയാണ്? ബി തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ളതിനകത്ത് ചിലപ്പം അതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരെണ്ണം ചിലപ്പോൾ തന്നിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻ അല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ തരുന്ന ചോദ്യം, നേരത്തെ ഓപ്ഷൻ തരുന്ന ചോദ്യമായതുകൊണ്ട് എല്ലാ ഓപ്ഷനുകളും വായിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും അനുയോജ്യമായവ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദി ജിയോളജിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ? ഒന്ന്, ഓപ്ഷൻ എ, ബോത്ത് ആർ പ്രൈമറിലി അലൂവിയൽ ഇൻ ഒറിജിൻ. ആണോ? ഒരിക്കലുമല്ല. രണ്ട്, പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് സെഡിമെൻ്ററി, ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് വോൾക്കാനിക്. തെറ്റ്. ബോത്ത് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഏൻഷ്യൻ്റ് ക്രിസ്റ്റലൈൻ ആൻഡ് ഇഗ്നിയസ് റോക്ക്. ശരി. ഓപ്ഷൻ ഡി, പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് റീസെൻറ്റ് ഇൻ ഒറിജിൻ, ഡെക്കാൻ ഈസ് ഓൾഡർ. ഓൾഡർ അല്ല. രണ്ടും ഒരേ സമയമൊക്കെ തന്നെയാണ്. ഇതിലേറ്റവും അനുയോജ്യമായ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. രണ്ടും ഏൻഷ്യൻ ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്കുകളാൽ രൂപീകൃതമായ ഭൂപ്രകൃതിയാണ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, which among the following statements about the peninsular plateau and the Deccan plateau is incorrect? ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചോണം. ഇൻകറക്റ്റ് ഒന്ന്, ബോത്ത് ആർ പാർട്ട് ഓഫ് ഗോണ്ട്വാന ലാൻഡ് മാസ്. അത് കറക്റ്റാണ്. ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ലൈസ് നോർത്ത് ഓഫ് ദി നർമ്മദ റിവർ. ഡെക്കാൻ പ്ലാറ്റ്യൂ നർമ്മദയ്ക്ക് വടക്കാണ് കിടക്കുന്നതെന്ന് പറയുന്നു. അല്ല, തെക്കാണ് കിടക്കുന്നത്, നോർത്ത് അല്ല, സൗത്ത്. അപ്പോൾ ഇത് തെറ്റി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. കാര്യം അത് വടക്ക്, നോർത്ത് എന്നാണ് പറയുന്നത്. നോർത്തല്ല, പിന്നെ സൗത്ത്. ഡെക്കാൻ പ്ലാറ്റ്യൂ ലൈസ് ടു ദി സൗത്ത് ഓഫ് നർമ്മദ റിവർ. അതുകൊണ്ട് അവിടെ തെറ്റി. എന്നാലും മറ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ വായിക്കാം. ബോത്ത് ആർ ബൗണ്ടഡ് ബൈ ഘട്ട്സ് ഓൺ ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ശരിയാണ്. ബോത്ത് റീജിയൻസ് ഹാവ് ഏൻഷ്യൻ്റ് ക്രിസ്റ്റലൈൻ റോക്ക് ഫോർമേഷൻസ്. അതും ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, വിച്ച് റേഞ്ച് മാർക്സ് ദ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ? ഡെക്കാൻ പ്ലാറ്റ്യൂവും സെൻട്രൽ ഹൈലാൻഡ്സും തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ എന്ന് കരുതപ്പെടുന്ന പ്രദേശം ഏത്? അത് രണ്ടും മീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള പോയിന്റുകളായിരിക്കും. ആരവല്ലിയാണോ? അല്ല. വിന്ധ്യ, സത്പുര, രാജ്മഹൽ. ഇതിലേതാണ്? വിന്ധ്യാസിന് സൗത്തായിട്ട് കിടക്കുന്ന സത്പുര റേഞ്ചാണെന്ന് പറയാം. ഇന്ത്യ കുറേ കൂടി വടക്കായിട്ട് കിടക്കുക. ശരിക്കും സൗത്താണ്, നർമ്മദയുടെ താഴെ വരുന്നവനല്ലേ സത്പുര റേഞ്ച്. അതുകൊണ്ട് സത്പുര റേഞ്ചാണ് കുറച്ചുകൂടി അനുയോജ്യമായിട്ട് പറയാൻ പറ്റുക. അടുത്ത ചോദ്യം, ദി സ്റ്റെപ്പ് ലൈക്ക് ലാൻഡ്സ്കേപ്പ് ഓഫ് ദി നോർത്ത് വെസ്റ്റേൺ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഈസ് മെയിൻലി ഡ്യൂ ടു റിവർ ഇറോഷൻ, ഫ്ലഡിംഗ്, ലെയേർഡ് ലാവ ഫ്ലോ, ഫോൾട്ടിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ്. നിസ്സംശയം പറയാം ഓപ്ഷൻ സി, ലെയേർഡ് ലാവ ഫ്ലോ അല്ലേ? അടുത്ത ചോദ്യം, which soil type forms a common feature of the Deccan Plateau but not on the central highlands? ഏതാണ്? റിഗർ സോയിൽ അല്ലേ? റിഗർ സോയിൽ ഡെക്കാൻ ട്രാപ്പ് എന്ന മേഖലയിൽ മാത്രം കാണുന്നതാണ്. സെൻട്രൽ ഹൈലാൻഡ്സിൽ, വടക്കൻ പ്രദേശമായ സെൻട്രൽ ഹൈലാൻഡ്സിൽ കാണൂല. അതുകൊണ്ട് റിഗർ സോയിലാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതിന് കൺസിഡർ ചെയ്യാനാണ്. ഡൽഹി റിഡ്ജ്, രാജ്മഹൽ ഹിൽസ്, കടമം ഹിൽസ്, സത്പുര റേഞ്ച്. അപ്പോൾ കടമം ഹിൽസ് ഏറ്റവും സൗതേൺ ബൗണ്ടറി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സീനെ എനിക്ക് നാലാമത്തതുമായിട്ട് കണക്ട് ചെയ്യാം. കടമം ഹിൽസ് 4ആണ്. നോർത്തേൺ ബൗണ്ടറി ആണോ? അല്ല. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണെന്ന് മാത്രമാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. ഇത് നാലാമത്തെ കണ്ടു. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. രാജ്മഹൽ ഹിൽസ് വെസ്റ്റേൺ ബൗണ്ടറി ആണോ? അല്ല, ഈസ്റ്റേൺ ബൗണ്ടറി ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഇത് മാത്രമാണ് ശരി. അപ്പോൾ ഉത്തരം ഏതാ മക്കളെ? ഉത്തരം ഓപ്ഷൻ എ, ഒന്നുള്ളി. ഇത് മാത്രമാണ് ശരി. ഡൽഹി റിഡ്ജ് നോർത്ത് വെസ്റ്റേൺ എന്ന രീതിയിൽ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമായിട്ട് കാണുന്നു. അത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റ്. ഇത് മൂന്നും തെറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തത് മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ ജിയോളജിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ബോത്ത് ദി പെനിൻസുലാർ ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ? ഏറ്റവും അനുയോജ്യമായത് ഏതെന്ന് കണ്ടെത്തണം. ആദ്യത്തേത്, ബോത്ത് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ഒരിക്കലുമല്ല. 2, ബോത്ത് കൺസിസ്റ്റ് ഓഫ് റീസെൻറ്റ് അലൂവിയൽ ഡെപ്പോസിറ്റ്സ്. അല്ല. ബോത്ത് ലൈ ഓൺ ദി ഏൻഷ്യൻ്റ് സ്റ്റേബിൾ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഷീൽഡ്. ബോത്ത് ആർ ഫോംഡ് ബൈ കൺവർജൻസ് ടെക്ടോണിക് പ്ലേറ്റ്സ്. അല്ല. ഓപ്ഷൻ സി തന്നെയാണ്.
ഉള്ളതിൽ ഏറ്റവും അനുയോജ്യമായ ഉത്തരം സി ആണ് കേട്ടോ. പഴയ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇന്ത്യൻ ഷീൽഡിൻ്റെ ഭാഗമായിട്ടാണ്, ഇന്ത്യയുടെ ഭാഗമായിട്ടാണ്, ഇന്ത്യൻ പ്ലേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് പ്രദേശവും നിൽക്കുന്നത്. പഴയ ഒരു പ്രദേശം, അതുകൊണ്ട് തന്നെ സ്റ്റേബിളാണ് തീർച്ചയായിട്ടും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ്ലി കമ്പയർസ് ദ ഡെക്കാൻ പ്ലാറ്റു ആൻഡ് ഹൈലാൻഡ്സ്? ഒന്ന്, the central highlands are higher in elevation than the Deccan Plateau. രണ്ട്, the Deccan Plateau slope eastward while the central highlands slope westward. അല്ല, the central highlands are older than the Deccan Plateau and the Deccan Plateau has basaltic rock while the central highlands has more granite and gneiss. Very good. Deccan Plateau has more basaltic rock while the central highlands has more granite and gneiss. അതാണ് ശരി ഉത്തരം. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.